തന്റെ ജീവിതം പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ്. കൊല്ലത്തെ അജിത് കുമാർ. സന്ധ്യയ്ക്ക് അമ്മ വിളക്ക് വയ്ക്കുന്ന സമയം വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു അജിത്ത്. ഉറക്കമൊഴിച്ച് മകനെയും കാത്തിരുന്ന ഈ അമ്മയുടെ മുന്നിലേക്ക് തിരിച്ചെത്തിയത് മകന്റെ ചേതനയേറ്റ ശരീരം മാത്രമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് മദ്യത്തിൽ വിഷം ചെന്നാണ് മരിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം വിഷം കഴിച്ചാണ് മരിച്ചത് എന്നുള്ളത്. അപ്പോൾ വിളിച്ചുകൊണ്ട് പോയിട്ട് രാത്രി തിരിച്ച് അവർ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പോയതായിട്ടാണ് മനസ്സിലാക്കിയത്. ഈ മരണത്തിൽ പരാതിയില്ലെന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വൈഫിനോട് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ആത്മഹത്യ ആവാൻ യാതൊരു വഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തുകൊണ്ട് അജിത്തിന്റെ ഭാര്യ അയാളോടൊപ്പം 3 വർഷം താമസിക്കാതെ പിണങ്ങി നിന്നു? അവർ തമ്മിൽ പൊരുത്തക്കേടൊന്നുമില്ല. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ് പുള്ളി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ടിക്കാരൊക്കെ പിന്നെ നമ്മളോട് വൈരാഗ്യത്തോടാണ് കാണുന്നത്. 20/6/2014 വെള്ളിയാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാനും എൻ്റെ സുഹൃത്ത് സന്തോഷം കൂടിയാണ് തന്നെ ഈ സംഭവ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കിയത്. അത് എൻ്റെ ബൈക്കിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കാണുകയായിരുന്നു. ആ സമയത്ത് നല്ല മദ്യപിച്ചൊരവസ്ഥയിലായിരുന്നു തന്നെ ആ സമയം. അവരൊന്ന് കൊണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, ചുമ്മാ വേറെ പുള്ളിയെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് എൻ്റെ ബൈക്കിനകത്ത് തന്നെ ഞാൻ ഇരിക്കുന്നത്. അവൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി അപ്പുറത്ത് നിന്ന് കയറ്റിയപ്പം വീഴും, ഉറപ്പായിട്ടും വീഴും, ഇവൻ മറിയും. അങ്ങനെ അതപ്പോൾ എനിക്കിവിടെ അന്നേരം എന്തോ ഒരു തോന്നി. അപ്പം ഞാനിവിടെ അങ്ങോട്ട് ചെന്ന് ഞാൻ ബാഗിലിരുത്തി ഞങ്ങളിവിടെ കൊണ്ടാക്കി. രാത്രി 8 മണിയായപ്പോൾ 9 മണിയായപ്പോൾ രഞ്ജിത്തും സന്തോഷം കൂടായി. ഒരാൾ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്, ഒരാൾ തലക്ക് പിടിച്ചിട്ടുണ്ട്. കിടത്തി. ഈ രഞ്ജിത്ത് പറഞ്ഞു, അമ്മേ ഞാൻ അങ്ങ് വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്യാം. അപ്പോൾ അജിത്തണ്ണൻ്റെ നില ഏത് രീതിയിലാണെന്ന് ചോദിക്കുമ്പോൾ അത് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, രാവിലെ ആവട്ടെ, നമുക്ക് 2 ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അന്നേരം അവർ അമ്മ പറഞ്ഞു, മോനെ ഇന്നലെ ഇവിടെ ഭയങ്കര കല്ലുകൂടിയായിരുന്നു, രാത്രിയിലാണ് ആരാണ്ടെ പറഞ്ഞു വിടുമായിരുന്നു. അപ്പുറത്തുള്ള കക്ഷികളാണ് 12 മണി 1 മണിയായപ്പോൾ ഇവിടെ കുടിയായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഇവിടെ സുഖമില്ലായിരുന്നു. റേഷൻ കട ബാവൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെ ബാപ്പാനെ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്ന് ഉടക്കൊക്കെ ആയിട്ടായിട്ട് പിന്നെ പോയി നെടുവങ്കായി പോയി 1 വെട്ട് ഗുളിയും മേടിച്ചുകൊണ്ട് വന്നത് 6 മണിക്ക് ആരോ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായി എന്ന് പറഞ്ഞു. അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളന്നേരം ഇറങ്ങുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഒരനുഭവമില്ല, അറിയില്ല, ഒന്നുമില്ല. തൊട്ടടുത്തുള്ള ഈ അജിത്തിൻ്റെ ഏറ്റവും സുഹൃത്തായ രാജമന്ദിരത്തിൽ വിനോദിനെയും അജിത്തിൻ്റെ സഹോദരിയും അളിയനുമായ ആൾ തൊട്ട് താഴത്തെ വീട്ടിൽ താമസമുണ്ടായിരുന്നു. അവർ വിവരം ധരിപ്പിക്കുകയും അവർ വന്ന് ഈ അജിത്തിനെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ വിളി കേൾക്കാതെയും വെള്ളം കുടിക്കാൻ ശ്രമിച്ചപ്പോൾ വെള്ളം വായിലോട്ടൊഴിച്ച് കൊടുത്തപ്പോൾ ആ വെള്ളം അകത്തോട്ട് ഇറങ്ങാത്ത രീതിയിൽ ആ വെള്ളം വലിച്ചു പോവുകയാണ് ചെയ്തത്. ഞാനും ബാബുണ്ണനും റേഷൻകട ബാബുണ്ണൻ പിന്നെ ഷിബു, ഞങ്ങൾ 3 പേരുടെ ഓട്ടോക്കകത്ത് കയറ്റി ആയി തന്നെ കോട്ടയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അപ്പോഴത്തേക്കും മരണം ഡോക്ടർ സ്ഥിരീകരിക്കുകയും മോർച്ചറിലേക്ക് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സംഭവം നടക്കുന്ന അന്ന് ഞാനും എൻ്റെ മക്കളും എൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ രാത്രി 1 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, അജിത്തിന് എന്തോ പറ്റി, അല്ലാതെ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും മക്കളെയും കൂടെ ആട്ടോയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ഇപ്പം ഈ വീട്ടിൽ ആരും ഇല്ല. അപ്പോൾ ഇവിടെ അടച്ചിട്ട് എൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ വെളുപ്പാനത്ത് 5 മണി വരെ നിന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പലരും ഇവിടെ വരുന്നു പോകുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ അന്ന് വിളിപ്പിച്ചു എന്നെ അമ്മയും കൂടെ. അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ എത്തി. അന്നേരം SI പറഞ്ഞു, ഇങ്ങനെ എന്തോ ഉഗ്രമായ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചത്, മദ്യത്തിനകത്ത്
അല്ലാതെ സ്വാഭാവിക മരണം അല്ലെന്ന് പറഞ്ഞു. അജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി വിഷം കഴിക്കേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യങ്ങളും അയാളുടെ കുടുംബത്തിലില്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഉള്ളിൽ വിഷം ചെന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ വിഷാംശമുണ്ട്, പോയിസണസ് സബ്സ്റ്റൻസ് എന്തോ ബോഡിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് അത് മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് ദേഹത്തെ കൊല്ലുകയായിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം. രഞ്ജിത്തിൻ്റെ വീട്ടിൽ വെച്ചാന്നുള്ളതാണ് എനിക്ക് ബലമായൊരു സംശയം. എന്ന് വെച്ചാൽ ഈ 8 മണി സമയത്തും ഇവിടെ ഉള്ളൊരു പയ്യൻ കണ്ടതാണ് ഈ അണ്ണനെയും. പക്ഷെ അവൻ ആദ്യം പറഞ്ഞത് പിന്നെ ഈ രഞ്ജിത്തും അനിയൻ രാജീവിനെയും ഈ ഷിബു ആട്ടോക്കാരനെയും കൂടെ ഈ രഞ്ജിത്തിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വളവുണ്ട് 8 മണി സമയത്ത് അവിടെ കണ്ടതായിട്ട് പറഞ്ഞു. ഒരു ഇത് കഴിഞ്ഞ ഉടനെ ഒരു മരണ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് അവിടെ എന്നോട് ഒരാൾ പറഞ്ഞു. പിന്നെ ആ പയ്യനോട് നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല ചേച്ചി അണ്ണനെ മാത്രമേ കണ്ടോളെന്ന് 8 മണി സമയത്തും. അന്നേരം ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നൊരു മനുഷ്യനാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് ഈ പയ്യനോട് ഇനി എന്തെങ്കിലും പുറത്ത് പേടിച്ചായിരിക്കും, അത് അണ്ണനെ മാത്രമേ കണ്ടോളെന്ന് ക്രൈംബ്രാഞ്ചിനും ആ പയ്യൻ മൊഴി കൊടുത്തിരിക്കുന്നത്. കേസ് അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇതിൽ പരാതിയൊന്നും ഇല്ലെന്ന് പറയണമെന്നും അജിത്തിന്റെ സുഹൃത്തും ബന്ധുവുമായ ഒരു വ്യക്തി ആ വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നു. മരണത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിൽ നിന്നും ആ വ്യക്തി ഈ വീട്ടുകാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ കാര്യമായ എന്തോ ഒരു തെളിവ് ഒളിഞ്ഞു കിടപ്പില്ല. 16-ന്റെ അന്ന് വൈകുന്നേരം എന്നെ രഞ്ജിത്ത് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി പിയപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാരവിടെ വരും, അപ്പം പിന്നെ അമ്മയും ചേച്ചിയും ഈ മരണത്തിൽ പരാതിയില്ലെന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വൈഫിനോട് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കാൻ പറയാം, പുയപ്പള്ളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് വന്നത്. കാരണം അവരോട് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാം, എല്ലാവരും ഇയാളെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൂടെ. കാരണം ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തിയോട് ഒന്നും സംസാരിക്കാൻ പോയിട്ടില്ല. പക്ഷേ ആ അജിത്ത് മരിച്ചതിന് ശേഷം ആ വീട്ടിൽ പിറ്റേന്ന് 10-11 മണിയായിട്ടാണല്ലോ ആളുകൾ എത്തുന്നത്. പക്ഷേ ആദ്യം ആ വീട്ടിൽ വന്ന അജിത്തിൻ്റെ ഭാര്യ ആണ് ആ വീട്ടിൽ വന്നത്. ആദ്യം ഇതറിഞ്ഞുകൊണ്ട് ആ വീട്ടിൽ വന്നത് അജിത്തിൻ്റെ ഭാര്യയാണ്. ഏതെങ്കിലും കാരണവശാൽ അവിടെ എന്തെങ്കിലും വിഷദ്രാവങ്ങളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കേ അറിയാൻ കഴിയും. ഇവിടെ കിടന്നല്ലല്ലോ മരിച്ചത്, അത് കഴിച്ചെടുത്തല്ലേ കാണും, അല്ല അവിടെ കാണും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ഈ പോലീസ് ഇവിടെ വന്നു ഇവിടെ എല്ലാം പരിശോധിച്ച്, വീട് മൊത്തം പരിശോധിച്ച് ഇവിടെ വിഷം എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ ഒന്നുമില്ല. അന്നേരവും ഞാൻ പറയുന്നു, സാറേ എൻ്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ മരിക്കത്തില്ല, എനിക്കറിയാം, പണ്ട് മുതലേ പറയുന്നതാ, ആര് മരിച്ചാലും എൻ്റെ ജീവൻ ഞാൻ തന്നെ പോക്കത്തില്ല, അത് ദൈവം തന്ന ഒരു ജീവൻ, അത് ദൈവം എടുക്കുമ്പോഴേ പോവും. അസ്വാഭാവിക രീതിയിലോ ദുരൂഹ സാഹചര്യങ്ങളിലോ നടക്കുന്ന ഒട്ടുമിക്ക മരണങ്ങളും ആത്മഹത്യയാണെന്നാണ് പോലീസ് നിഗമനങ്ങൾ. മരണത്തിൽ സംശയമുണ്ടെന്ന് വീട്ടുകാർ പരാതി കൊടുത്താൽ പോലും പുല്ലുവിലക്കെടുക്കുന്ന അധികാര നയങ്ങൾ, ഇതൊക്കെ ഇനി എന്നാണ് സാർ മാറ്റാൻ പോകുന്നത്? ആത്മഹത്യയാണെന്ന് നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അത് ആത്മഹത്യ ആവാൻ യാതൊരു വഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം അവൻ ഒരിക്കലും സ്വയം ചെയ്യത്തില്ല. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കൊച്ചാട്ടൻ ഒരിക്കലും ആത്മഹത്യ ശ്രമിക്കരുത്, അത് നമുക്ക് പറ്റിയ പണിയല്ലെന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചോദ്യത്തിനല്ല തർക്കത്തില്ല, ഭീരുവല്ല. അതെന്ന് പറഞ്ഞൊരു പ്രത്യേക സന്ദർഭത്തിലുണ്ടാകുന്ന മാനസികാവസ്ഥയുടെ ഭാഗം. അവിടെ ഭീരുത്വത്തിന് പ്രസക്തിയില്ല. അവർ തമ്മിൽ പൊരുത്തക്കേടൊന്നുമില്ല, ഞാനുമായിട്ട് വഴക്കൊന്നുമില്ല. ഭാര്യയുമായി ഇവർ തമ്മിൽ വലിയ കടുത്ത നീരസം നിലനിന്നിരുന്നു. അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട വിഷയം അതാണ്. അമ്മയുടെ സ്നേഹം ഉണ്ടാവും, പക്ഷെ ഭാര്യ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ പെങ്ങന്മാർ, അദ്ദേഹത്തിന് കല്യാണം പോലും, സ്വന്തം പെങ്ങളുടെ മകളുടെ കല്യാണം പോലും കല്യാണ സമയത്ത് പോലും ഒഴിവാക്കി നിർത്താൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു കൃഷ്ണൻകുടി എന്ന് പറയുന്ന അദ്ദേഹം. എന്തുകൊണ്ട് അജിത്തിൻ്റെ ഭാര്യ അയാളോടൊപ്പം 3 വർഷം താമസിക്കാതെ പിണങ്ങി നിന്നു? എന്തിനാണ് പിണങ്ങുന്നത്? അതിൻ്റെ കാരണം എന്താണ്? എൻ്റെ മോന് 10ാം ക്ലാസ്സിലെ പരീക്ഷയായിരുന്നു ആ സമയത്ത്, 2011. അങ്ങനെ അതുകൊണ്ടായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ ഇവിടെ നിന്ന് ആൾക്കാരും നിറയെ ആൾക്കാരും എല്ലാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിരുന്നത്. ഈ വീടും എല്ലാം നശിച്ചിടതിന്. അപ്പോൾ ആ സമയത്ത് ഇവിടെ കല്ല് വെട്ടുന്നുണ്ടായിരുന്നു ഈ പടിഞ്ഞാറ് വശത്ത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊന്നും കൊണ്ട് പഠിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് അങ്ങോട്ട് പോയി നിന്നത്. അങ്ങനെ പിന്നെ വിചാരിച്ച് ഇനിയിപ്പോൾ ഇവിടെ എല്ലാം മണ്ണെല്ലാം എടുത്ത് വേറെ വീട് വയ്ക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതുകൊണ്ടാണ് അവിടെ ഇരുന്നത്. പക്ഷേ എന്നും എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. ഞാൻ തലേന്നും കണ്ടു, ഇവിടെ വന്നപ്പോൾ എല്ലാം കണ്ടു. എന്നിട്ട് എന്നെ ഒരാഴ്ചയ്ക്ക് മുന്നേ വിളിച്ചു പറഞ്ഞായിരുന്നു, പിന്നെ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഈ നാട്ടിൽ നിന്നാൽ ശരിയാവത്തില്ല, എന്നെ ഈ പാർട്ടിക്കാരും കൂട്ടുകാരും കൂടെ നശിപ്പിക്കത്തേ ഉള്ളൂ, ഞാനങ്ങ് ഗൾഫിൽ പോവുക
അപ്പം ഞാൻ പറഞ്ഞു അണ്ണ ഇവരുടെയൊക്കെ ഇടയിൽ നിന്ന് പോവും, അത് നീ നോക്കിക്കോ, ഞാൻ പോവും, എനിക്കിവിടെ നിന്നാൽ ശരിയാവത്തില്ല, പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. 16-ാം വയസ്സിൽ തുടങ്ങിയതാണ് അജിത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഈ മരണത്തോടെ അന്ന് അജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് ഈ കുടുംബത്തിൽ നിന്നും അകൽച്ചയിലാണ്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ് പുള്ളി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചാൾ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട്, പിന്നെ പാർട്ടി മെമ്പറായിരുന്നു. എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നൊരു വ്യക്തിയാണ് പാർട്ടിക്കാരുടെ. അപ്പോൾ എന്തോ രഹസ്യങ്ങൾ വെളിയിൽ വരുമോ, അതോ ഇനി പറയുമോ, എന്തോ ചെയ്തു അങ്ങനെ ഇനി പറയുമോ എന്നുള്ള രീതിയിൽ ഒതുക്കി തീർത്തതായിരിക്കാം. പാർട്ടിക്കാരൊക്കെ പിന്നെ നമ്മളോട് വൈരാഗ്യത്തോടാണ് കാണുന്നത്. പിന്നെ പാർട്ടിക്കാരെ ആരും കണ്ടിട്ടില്ല മരണത്തിന് ശേഷം. ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇതിനനുകൂലമായ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. രഞ്ജിത്ത് സന്തോഷത്തോടാണല്ലോ ഇവിടെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ പാർട്ടിയിലുള്ള പലരും നമ്മളെ കണ്ടാൽ മിണ്ടത്തില്ല. നല്ലതായിട്ട് സഹകരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അതിൽ 1-2 വ്യക്തികളാണെങ്കിൽ ഇവിടെ മരണത്തിൽ പോലും ഞാൻ വന്നതായിട്ട് കണ്ടില്ല. ഇനി അന്ന് വന്നോന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നൊക്കെ അങ്ങനല്ല ഈ വീടുമായിട്ട് സഹകരിക്കേണ്ടത്. ഈ അണ്ണൻ അവരെന്നൊക്കെ പറഞ്ഞ ജീവനായിരുന്നു. ഞാനും പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കാരെ ഇങ്ങനെ സ്നേഹിക്കരുത്, അവസാനം അണ്ണൻ അല്ലാതെ എനിക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല. താൻ സ്നേഹിച്ച വീട്ടുകാരെയും വിശ്വസിച്ച പാർട്ടിയെയും അജിത്ത് വിട്ടുപിരിഞ്ഞിട്ട് വർഷം 3 കഴിഞ്ഞു. ഉന്നതങ്ങളിൽ പരാതി നൽകാൻ കഴിയുന്നിടത്തെല്ലാം ഈ വീട്ടുകാർ കയറിയിറങ്ങിയിട്ടുണ്ട്. പരാതി ലഭിച്ചു എന്ന മറുപടി ലഭിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെയും. ഞാൻ ഈ അമ്മയും കൊണ്ട് പിന്നെ കൊട്ടാരക്ക DYSP ഓഫീസിൽ പരാതി കൊടുത്തു, SP ഓഫീസിൽ പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, DGPക്ക് കൊടുത്തു, ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തു. ഇവർക്കെല്ലാം കൊടുത്തിട്ടും നമ്മളെ ഓരോ പ്രാവശ്യം വിളിപ്പിക്കും, അവരെന്തേലും പറയും. പോലീസുകാർ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇത് കളിക്കുന്നുണ്ട് സാറേ. അവർ തന്നെയാണ് ഇതെല്ലാം മാറ്റി വയ്ക്കുന്നത്. എന്നിട്ട് ക്രൈംബ്രാഞ്ചിൽ ഈ വയ്യാത്ത അമ്മയും കൊണ്ട് ഞാൻ 4 പ്രാവശ്യം പോയി കൊല്ലത്തെ ക്രൈംബ്രാഞ്ചിൽ. അവിടെ ചെന്ന് അവർ ഓരോ പ്രാവശ്യം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുകയും ഇത് കൊലപാതകമാണെന്ന് അവസാനം തെളിയുമെന്നുള്ള അവസ്ഥ വരെ എത്തി ഞങ്ങളോട് വിളിച്ചു പറഞ്ഞതുമാണ്. ഇന്ന ആൾക്കാർ ഞങ്ങൾക്ക് സംശയമുണ്ട്, അത് പിന്നെ എന്തോ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, അത് വെളിയിൽ വന്നതുകൊണ്ട് വഹിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. തൻ്റെ മകന്റെ മരണത്തിന് കാരണക്കാരായ വ്യക്തികളെ ശിക്ഷിക്കാനായില്ലെങ്കിലും അവരെ ഒന്ന് കാണിച്ചു തരണേ എന്ന പ്രാർത്ഥനയിലാണ് ഈ അമ്മ. വേറൊന്നിനുമല്ല, എന്തിനാണ് തൻ്റെ മകനെ ഇല്ലാതാക്കിയതെന്ന് അവരോട് നേരിട്ടൊന്ന് ചോദിക്കാൻ. ആരാന്നുള്ള ഒന്ന് കണ്ടുപിടിച്ചാൽ കൊള്ളാം. ഇനി കാരണക്കാരനാരാന്നുള്ളത്. മരണം നടന്ന സ്വാഭാവികമായിട്ടൊരു വ്യക്തി മരിച്ചു. അത് എങ്ങനെ മരിച്ചു? വിഷം കഴിച്ചിട്ടുള്ളതാതെ എങ്ങനെ, ഏത് വിഷം കഴിച്ച് മരിച്ചു, എങ്ങനെയാണത് ഉണ്ടായിരിക്കുന്നത്, അതൊക്കെ അത്തരം കാര്യങ്ങൾ അറിയണ്ട. കാരണം ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ വിഷത്തിൻ്റെ സ്മെല്ലോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും അതിനെക്കുറിച്ച് അറിഞ്ഞാൽ വളരെ ഉപകാരമാണ്. ഞങ്ങൾക്ക് ഇന്ന് നീതി കിട്ടുമെന്ന് ഓരോ ദിവസവും ഞങ്ങളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസമെങ്കിലും ഇത് ആരാ ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ ഇനി ലോകത്ത് അതുപോലെ ആർക്കും വരരുത്, എൻ്റെ ഭർത്താവിന് വന്നതുപോലെ. സംതിങ് ഈസ് റോങ് എന്നുള്ളത് എൻ്റെ ഒരു എത്തിച്ചൊരു കൺക്ലൂഷൻ. അപ്പം എന്തായിരുന്നാലും അത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ശരിയായ ചിത്രം ഭാര്യ എന്ന നിലയിലോ അല്ലെങ്കിൽ മറ്റ് പൊതുസമൂഹത്തിനോ അറിയണമല്ലോ. അപ്പോൾ അതിനൊരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കണമെന്നുള്ള ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് ഇന്നല്ല നാളെ ആയിരുന്നാലും ഈ കുറ്റകൃത്യം ചെയ്തതാരാണ് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയാണെങ്കിൽ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. അങ്ങനെ എൻ്റെ ചേച്ചി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അങ്ങനെ ആ ചേച്ചിയുടെ മോനെ നോക്കാൻ അമ്മ തിരുവനന്തപുരത്ത് നിൽക്കുക. അങ്ങനെ അമ്മയും എൻ്റെ കൂടെ ഇല്ല. അത് എല്ലാം കൊണ്ടും ഞങ്ങളുടെ കുടുംബം ഒരു വിഷമാവസ്ഥ. അതിൻ്റെ കൂടെ എൻ്റെ അണ്ണനെയും കൂടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്. മോൻ പോയതുകൊണ്ട് വിഷമമൊക്കെ ഉണ്ട്, വിഷമമില്ലാതിരിക്കുമോ? എൻ്റെ കർമ്മം ചെയ്യേണ്ടെന്നല്ലേ അവന്. മനസാക്ഷി എന്ന തീപ്പൊരി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ അണയാതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ വെറും ഭരണത്തിലല്ല ഭരിക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഏതൊരു ഗവൺമെന്റും അർത്ഥവത്താകുന്നത്. അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ മകന്റെ മരണത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ ഈ അമ്മയ്ക്ക്
വെളിപ്പെടുത്തി കൊടുക്കണം. ഓഗസ്റ്റ് 20 കേരളത്തിൽ നിന്നും ഗുജറാത്തിലേക്ക് ജോലി തേടി പോയതായിരുന്നു 32-കാരിയായ ലളിത. 3 ദിവസങ്ങൾക്ക് ശേഷം ലളിതയുടെ വീട്ടുകാരെ തേടിയെത്തിയത് ലളിതയുടെ മരണവാർത്തയായിരുന്നു. ആ ടോയ്ലറ്റിൽ കാല് തന്നെ വീണ് ലളിത മരണപ്പെട്ടിരിക്കുന്നു. എൻ്റെ കുട്ടിയുടെ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി താടി എടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ചേച്ചി ഇവിടെ അംഗൻവാടി ഹെൽപ്പറായിട്ട് ജോലി നോക്കുകയായിരുന്നു. ഇവരെന്ന് പറഞ്ഞാൽ നാട്ടിലെ പൊതുപ്രസ്ഥാനങ്ങളിലായിട്ടും അതുപോലെ തന്നെ അംഗനവാടിയുടെ ഹെൽപ്പറാണ്. അതുപോലെ മറ്റു മേഖലയിലും നല്ലപോലെ എല്ലാ വീടുകളായിട്ടും നല്ല ബന്ധമുള്ള ഒരാളാണ്. എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നാട് സമൂഹത്തിന് വേണ്ട ഒരാളും കൂടെയാണ്. തുച്ഛമായ പൈസയല്ലേ അംഗൻവാടിയിലുള്ളൂ. അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ, കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നാട്ടാണ് ഇവൾ പോയത്. ലളിത ചേച്ചി ഇവിടുന്ന് ചെമ്പിങ് കമ്പനിയിലേക്ക് പോകുമ്പോൾ 37 വയസ്സ് അടുത്തുണ്ടായിരുന്നു. അവരന്ന് വിവാഹം കഴിച്ചിട്ടില്ല. കാരണം ജീവിത പ്രശ്നവും ഇവിടുത്തെ കുടുംബം നോക്കുന്ന എല്ലാ കാര്യങ്ങളും വിവാഹം അന്ന് വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. നാട്ടിലുണ്ടായിരുന്ന 2 ഏജന്റുമാർ വഴിയായിരുന്നു ലളിതയ്ക്ക് ഗുജറാത്തിൽ ജോലി ലഭിച്ചത്. ചീക്കാടുള്ള സൗദാമിനി എന്ന് പറയുന്ന സ്ത്രീയെ മീൻ കമ്പനിയിൽ ജോലി തരാം എന്ന് പറഞ്ഞ് ഗുജറാത്തിലേക്ക് കൊണ്ടുപോയത് കോഴിക്കോടുള്ള അശോകൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിൻ്റെ റിക്രൂട്ട് ഏജൻറ്റ് അയാളായിരുന്നു. അയാളുടെ നേതൃത്വത്തിലാണ് ഇവിടേക്ക് കൊണ്ടുപോകുന്നത്. ഗുജറാത്തിലേക്ക് പോകുന്ന ആ സംഭവത്തിൽ തന്നെ ഇവിടുന്ന് മറ്റാരും കൂടെയില്ല, ബന്ധുക്കളാരും കൂടെ പോകുന്നില്ല. അവർ വണ്ടിക്ക് വന്ന് ഈ പൂവഞ്ചാലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവരെ ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരിന്ന് ഇവിടുന്ന് ട്രെയിനിൽ പോയി അവിടെ ചെന്നു. 22-ാം തീയതി അവിടെ നിന്ന് ഏകദേശം ഒരു ഉച്ച സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോൺ വന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ലളിതയല്ല വിളിക്കുന്നത്, ലളിതയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ സുഭാഷിനെയാണ് വിളിച്ചത്. ഇവർക്ക് സുഖമില്ലാതെ ഇവിടെ കിടക്കുവാണ്. അതുകൊണ്ട് ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ വളരെ മോശമായ രീതിയിലായിരുന്നു അവസ്ഥ. ശാരീരികമായിട്ട് വളരെ വിഷമമായിരുന്നു. സുഖമില്ല എന്ന് പറയുന്നത് 22-ാം തീയതി വിളിക്കുന്നു. പക്ഷേ പിറ്റേ ദിവസം വിളിച്ച് പറയുന്നു അവിടെ കക്കൂസിൽ ടോയ്ലറ്റിൽ കാല് തന്നെ വീണ് ലളിത മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുമായിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ബോഡി അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് എൻബാം ചെയ്ത ബോഡിയാണ് നമുക്കിവിടെ എത്തിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊടുത്തു, പക്ഷേ ആ ചെയ്യിക്കാൻ സമ്മതിക്കില്ലായിരുന്നു അവരെ. പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട, ചെയ്താന്നാണ് പറയുന്നത്. 2 പ്രാവശ്യം ചെയ്യാൻ വിടുകയെന്ന് പറഞ്ഞ് രാത്രിയിൽ അവിടെ കൊണ്ടുവന്നതും. അപ്പോൾ അവരൊന്നിനും വെക്കാൻ പോലും വിടുകയില്ല. ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ട അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയല്ല, ഒരുപാട് തൻ്റെയുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കാല് തന്നെ കക്കൂസിൽ വീണിട്ടാണ് മരിച്ചതെന്ന് ആദ്യം പറയുന്നു. പിന്നീട് പറയുന്ന മൊഴിയിൽ ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ മാനസികമായ അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഞങ്ങൾ കുറച്ച് പേര് കൂടെ ആ സ്ത്രീ അന്ന് തടഞ്ഞു വെക്കുകയും പോലീസുമായിട്ട് വാക്കേറ്റവും ഒക്കെ ഉണ്ടായി. അന്ന് കൊലപാതകമാണെന്ന് ഇവിടെ വരുന്ന ഒരു 90% ജനങ്ങളും അത് പറഞ്ഞിട്ടുള്ള ഒരു കേസുമാണ്. ഗുജറാത്തിൽ നടന്നൊരു കൊലപാതകമായതുകൊണ്ട് ഈ കേസിൽ നേരിട്ടൊരു ഇടപെടൽ സാധ്യമല്ല എന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ. കേരളത്തിന് പുറത്ത് കേരളത്തിൽ നിന്നുള്ളൊരു വ്യക്തി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ അതൊന്നും കേരളത്തിലെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നതാണോ കേരള പോലീസിന്റെ നയം? അപ്പോൾ അവിടെ വെച്ച് മരിച്ചു എന്നല്ലാതെ എങ്ങനെ മരിച്ചു എന്നോ മറ്റുള്ള കാര്യങ്ങൾ അന്ന് വിശദമായി അറിയില്ല. തുടർന്ന് ബന്ധുക്കളും മറ്റു നാട്ടുകാരും അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അത് വെറും ഒരു മരണമായിരിക്കില്ല, ഒരു കൊലപാതകമാകാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത് അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിനാവശ്യമായി നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള വലിയ ശ്രമം നടത്തി. ആ ശ്രമമൊന്നും ഗവൺമെൻറ് എന്നതിൽ കേരള സംസ്ഥാന ഗവൺമെൻറ് വേണ്ടത്ര ജാഗ്രതയോടുകൂടി നിർവഹിക്കാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടും അന്വേഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. എന്നിരുന്നാലും അതിന് എന്താണ് വ്യക്തമായ കാരണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ സുഭാഷിനെ അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മൊഴി രേഖാമൂലം എഴുത്തെന്നാണ് ഇപ്പോൾ ഈ മൊഴി. ഇപ്പോൾ ഞാൻ ഒന്നും വായിക്കാം. 20/8/2001 ഞങ്ങൾ 10 പേർ ഗുജറാത്തിലേക്ക് യാത്ര തിരിക്കുകയും പാലക്കാട് വരെ ജീപ്പിലാണ് പോയത്. ആ മൊഴിയിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ആദ്യം പറഞ്ഞത് ഇവിടുന്ന് ട്രെയിനിന് പോയെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ട്രെയിന് 11 മണിക്ക് കയറുകയും അവിടെ 23-ന് ചെന്നെത്തി. അവിടെ നിന്ന് 6 മണിക്ക് വേരാവലി എന്നുള്ള ട്രെയിനിൽ കയറി. അതിൽ വെച്ച് ലളിതയ്ക്ക് സുഖമില്ലെന്ന് 3 പ്രാവശ്യം എന്നോട് പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. ട്രെയിനിൽ വെച്ച് 10 ടിക്കറ്റും കുറച്ച് പൈസയും കുറേ സാധനങ്ങളും അടയ്ക്കുന്ന ബാഗ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ബാഗ് ഞങ്ങൾക്ക് തിരികെ കിട്ടി. ചെന്നപ്പോഴേക്ക് സമയം 11:30 ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ
റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയും 12 മണി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. 10 പേരുടെയും ടിക്കറ്റും പൈസയും കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഞാനും ലളിതയും കൂടി അതുവഴി ആശുപത്രിയിൽ പോയി. അപ്പോൾ അവിടെ ഒരു നേഴ്സ് പറഞ്ഞത് ഉറക്കത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടായ അസുഖമാണ്, നല്ലപോലെ ഉറങ്ങിയാൽ ഇത് മാറുമെന്ന് പറയുകയും റൂമിൽ ചെന്ന് കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. രാത്രി സമയം എല്ലാവരും കൂടി ഇരുന്ന് TV കണ്ടുകൊണ്ട് ഇരിക്കുന്നു. ബാത്റൂമിൽ പോയി വരുവാൻ താമസിച്ചപ്പോൾ ഞാൻ തിരിച്ചു എന്ന് കണ്ടില്ല. പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, എല്ലാവരെയും കൂട്ടി ബാത്റൂം തല്ലി തുറന്നു. അപ്പോൾ ലളിത ബോധമില്ലാതെ കിടക്കുന്നതാണ് എല്ലാവരും കണ്ടത്. എടുത്തുകൊണ്ട് വന്ന് റൂമിൽ കിടത്തി, വെള്ളം കൊടുത്തു, മുഖവും കഴുകി ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ പോകും വഴിക്ക് കുമാരിയും എൻ്റെയും മടിയിലാണ് കിടന്ന് ജീവൻ പോയത്. വീട്ടുകാരുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ തുനിഞ്ഞിറങ്ങണം. അതിന് ആരുടെയും മുന്നിൽ വഴങ്ങാത്ത നല്ലൊരു നട്ടലുണ്ടാവണം, ചങ്കുറപ്പുണ്ടാവണം. ഈ അച്ഛനെന്തോ ഭയങ്കരമായ സംശയം ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ മരണം ഇത് സ്വാഭാവിക മരണമല്ല, ഇതെങ്ങനെയാണ് കുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കൊലപ്പെടുത്തിയതാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. കാരണം സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചൊരു സ്ത്രീയാണ്. അപ്പോൾ അത് ആ രീതിയിൽ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്തതാവാം. അങ്ങനെ ഉണ്ടായൊരു അപകടമായിരിക്കും ഈ മരണകാരണമെന്നും പോലും അന്ന് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്, സംശയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതെന്താണ് മരണകാരണം എന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. മകളുടെ മരണത്തിന്റെ സത്യാവസ്ഥ അറിയാൻ ഇറങ്ങിത്തിരിച്ച അച്ഛന്റെ കൂടെ ഈ കേസ് താൻ തെളിയിച്ചു തരാമെന്ന വാഗ്ദാനവുമായി കൂടെ കൂടിയ ഒരു അഭിഭാഷകൻ. കേസ് അന്വേഷണത്തിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവെന്ന പേരിൽ കാശ് കൈക്കലാക്കിയ ശേഷം വാങ്ങിക്കൊടുത്തത് ഹൈക്കോടതിയുടെ പേരിലുള്ള വ്യാജ ഉത്തരവ്. അപ്പോൾ ഒരു വർഷമായിട്ട് അന്വേഷണം എവിടെ എത്താതെ വന്നപ്പോൾ ഇത് CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒട്ടനവധി ഇവിടുത്തെ MLAക്ക് അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഒരുപാട് നിവേദനങ്ങൾ ഇദ്ദേഹം അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു നടപടിയില്ലാതെ വന്നപ്പോൾ ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്ന ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ബിനോയ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ പരിചയപ്പെടുന്നത്. ആ അഡ്വക്കേറ്റ് ഞാനെല്ലാം ചെയ്തു തരാമെന്ന് പറയുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ശരിക്കും ആഹാരം കഴിക്കാൻ പോലും മാർഗമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം പല സ്ഥലത്തു നിന്നും കടമെടുത്തും പല സ്ഥലത്തു നിന്നും ആയിരിക്കും വക്കീൽ പറഞ്ഞ പൈസയെല്ലാം കൊടുത്ത് വക്കീലിന് ഈ കാശ് കൊടുക്കുകയും അതുപോലെ അങ്ങനെ വക്കീൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയും എറണാകുളത്ത് വെച്ച് ഹൈക്കോടതിയിൽ നിന്നും CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഒരു ഓർഡറുമായിട്ട് ഇദ്ദേഹത്തെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവെന്നും പറഞ്ഞ ഒരു പേപ്പർ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുകയും അത് സീലടക്കമുള്ളതായിരുന്നു. അപ്പോൾ ആ പേപ്പർ ഇവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് നോക്കിയപ്പോൾ ഇത് നിങ്ങൾക്ക് CBI അന്വേഷണം പാസ്സായിട്ടുണ്ട് എന്നും പറഞ്ഞാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പല മേഖലകളിൽ അന്വേഷിച്ചപ്പോഴാണ് ഇതിനായിട്ട് ഇവിടെ രാഷ്ട്രീയപ്രവർത്തകരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് ഇയാളെ കബളിപ്പിക്കുകയായിരുന്നു മനസ്സിലായത്. ഈ പണം ഒക്കെ പറ്റിയതല്ലാതെ അങ്ങനെ ഒരു കേസ് എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് വക്കീൽ ചതിക്കുകയാണ് ചെയ്തത്. ബിനോയ് തോമസ് എന്ന് പറയുന്നത് അത് ഈ നാട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തെങ്കിലും അദ്ദേഹത്തിനൊക്കെ അന്ന് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഏകദേശം അന്നത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഈ കേസിന് വിരുദ്ധമായി ഇദ്ദേഹത്തിന് വിരുദ്ധമായി വക്കീലിനോട് സഹകരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതിയാണ് അന്നിവിടെ. ഈ കള്ള വക്കീലിനെതിരെയും ലളിതയുടെ അച്ഛൻ കേസ് കൊടുത്തു. ആ കേസ് പിൻവലിക്കാൻ വേണ്ടി 1 ലക്ഷത്തിലധികം രൂപയാണ് കറുത്ത കോട്ടിട്ട ആ വ്യക്തി ഓഫർ ചെയ്തത്. 1,30,000 രൂപ വരെ അയാൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കേസ് അദ്ദേഹത്തിൻ്റെ പേരുള്ള കേസ് പിൻവലിക്കുകയാണെങ്കിൽ ഇത്രയും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൊടുക്കാൻ വേണ്ടി അന്ന് നമ്മൾ തയ്യാറല്ലായിരുന്നു. കാരണം ഈ കേസിൻ്റെ സത്യാവസ്ഥ അറിയണം. അതുപോലെ തന്നെ ഈ കേസ് വക്കീലിനെ ബാർ കൗൺസിൽ നിന്ന് പുറത്താക്കിയതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം ഇവിടെ വന്നിട്ട് പറയുന്നത് ഇനി 1,30,000 രൂപയുടെ ലാസ്റ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പോയത്. എൻ്റെ കുട്ടിയുടെ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി താടി എടുക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഹൈക്കോടതി ജഡ്ജിയുടെ ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ടുവന്ന ഈ രേഖ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി പുറത്തു കൊണ്ടുവന്നാലേ ഞാൻ താടി ഒഴിവാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു സന്യാസിയെ പോലെ നീട്ടി വളർത്തിയ താടിയുമായിട്ടാണ് ദീർഘമായ വർഷങ്ങളോളം ജീവിച്ചിരുന്നത്. അന്ന് മുതൽ ആ മനുഷ്യൻ ഇറച്ചി മീനൊക്കെ ഉപേക്ഷിച്ച് തൻ്റെ മകളെ ആരാണോ ഇതിന് കാരണത്തിൽ പിന്നെ പ്രവർത്തിക്കുന്നത് അവരെ കണ്ടെത്തുവോളം ഞാനിത് പുള്ളിയൊരു നേർച്ചയായിട്ട് തന്നെ എടുത്ത് ചെയ്ത കാര്യങ്ങൾ ഒത്തിരി മനോവിഷമത്തോടു കൂടി ആ മനുഷ്യൻ മരിച്ചതും. ഗുജറാത്തിൽ വെച്ച് നടത്തി എന്ന് പറയപ്പെടുന്ന ലളിതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വാങ്ങാൻ തയ്യാറില്ല എന്നതാണ് മറ്റൊരു സത്യം. ഗുജറാത്ത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പോലും അവിടുത്തെ കാര്യങ്ങൾ പോലും അന്വേഷിച്ച് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായിട്ടിരുന്നുള്ള സത്യാവസ്ഥ. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകത്തിലേക്കുള്ള സാധ്യതയാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് പിന്നിൽ എന്തൊക്കെ ദുരൂഹമായ സംഗതികൾ പ്രശ്നങ്ങൾ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് സംശയിക്കാവുന്ന ബലമായി സംശയിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ 5 പേരടങ്ങുന്ന ഈ ചെറിയ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആരോഗ്യസ്ഥിതി ഇവിടുത്തെ മൂത്തമാനായിട്ടുള്ള ഓമനക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്കില്ല.
ഇവിടുത്തെ സ്ത്രീ അവരുടെ ഭാര്യ ആയ ചേച്ചി ജോലി ചെയ്തിട്ടാണ് ഈ കുടുംബം പുലരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇവരെക്കൂടെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ മറ്റ് ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നുള്ള സഹകരണം ഇടപെടലുണ്ടായിട്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ഒരാഗ്രഹം. കേസ് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതുണ്ട്. ഇതെങ്ങനെയും ഒന്ന് അറിയണം. അച്ഛൻ മരിക്കുന്നതിന് അമ്മയുണ്ടായി. അമ്മ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് അറിഞ്ഞു കിട്ടണം. മകളുടെ മരണത്തിൽ നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി മരിക്കുന്നതുവരെ ഒറ്റയാൽ പോരാട്ടം നടത്തിയ ഒരച്ഛൻ. അച്ഛന്റെ ആത്മശാന്തിക്ക് വേണ്ടിയെങ്കിലും ലളിതയുടെ മരണത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന പ്രാർത്ഥനയിലാണ് ഈ വീട്ടുകാർ. ശേഷം ഇനി നാളെ വൈകുന്നേരം 3:30